നമസ്കാരം. അയൽ രാജ്യങ്ങൾ പോലും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രശംസിക്കുന്ന രാജ്യമായി ഭാരതം ഇന്ന് മാറിയിരിക്കുകയാണ്. രാജ്യം സ്വതന്ത്രമായപ്പോൾ ഭാരതം ലോകത്തിലെ 6ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. എന്നാൽ 2014 ആകുമ്പോഴേക്കും കോൺഗ്രസ് നല്ല ഭരണം കാഴ്ചവെച്ചതിനാൽ അതിനെ 12ാം സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റാൻ മോദി സർക്കാരിന് സാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഇന്ത്യൻ ഓഹരി വിപണി മുന്നേറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. 3ാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചും അനുകൂല ആഗോള സാഹചര്യങ്ങളുമാണ് ഓഹരി വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസം താഴേക്ക് കുതിച്ച ഇന്ത്യൻ ഓഹരി വിപണി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരുന്നു. പുതിയ ഉയരങ്ങൾ താണ്ടി മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പോൾ ഓഹരി സൂചനകൾ. പലപ്പോഴും റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറിയ സൂചികകൾ പിന്നീട് ചെറുതായി താഴേക്കിറങ്ങി. ജൂലൈയിൽ വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റ്, പണപ്പെരുപ്പം, പണനയം, ആഗോള സംഭവ വികാസങ്ങൾ തുടങ്ങിയവയാണ് ഇനി വിപണിയുടെ ദിശ നിശ്ചയിക്കുക. ബെഞ്ച്മാർക്ക് നിഫ്റ്റി ജൂണിൽ 4% ഉയർന്നു, ഏകദേശം 23,500 മാർക്കറ്റിലെത്തി. ഇന്ന് രാവിലെ പ്രാരംഭ വ്യാപാരത്തിൽ നിഫ്റ്റിയും സെൻസെക്സും 0.25% വീതം ഉയർന്ന് പുതിയ റെക്കോർഡ് എത്തിച്ചു. മെറ്റൽ, പൊതുമേഖലാ ബാങ്കുകൾ, IT എന്നിവയാണ് മികച്ച നേട്ടമുണ്ടാക്കിയത്. രാവിലെ 9:20 സെൻസെക്സ് 195 പോയിന്റ് ഉയർന്ന് 77,184-ലും നിഫ്റ്റി 69 പോയിന്റ് അഥവാ 0.29% ഉയർന്ന് 23,534-ലും എത്തി. ഏകദേശം 2,193 ഓഹരികൾ മുന്നേറി 734 ഓഹരികൾ ഇടിഞ്ഞു. 156 ഓഹരികൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ആഗോള വിപണി തുടരെ നഷ്ടത്തിലായിട്ടും ഇന്ത്യൻ വിപണിയിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ഇതാണ് മുന്നേറ്റത്തിനുള്ള കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുമാണ് വിപണിയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായി വന്ന് 5 വർഷത്തിനകമാണ് ഇന്ത്യയുടെ ഓഹരി വിപണി 93% മുകളിലേക്ക് കുതിച്ചത്. 2019 മെയ് 31 2ാം മോദി സർക്കാരിൽ അരുൺ ജെയ്റ്റ്ലിയിൽ നിന്നും ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്ന പദവി കൈയാളുമ്പോൾ ഓഹരി വിപണിയുടെ സെൻസെക്സ് വെറും 39,700 എന്ന നിലയിലായിരുന്നു. 3ാം മോദി സർക്കാരിൽ ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും നിർമ്മല സീതാരാമനെ ധനമന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ സെൻസെക്സ് എത്തി നിൽക്കുന്നത് 77,000 പോയിന്റിലായിരുന്നു. 3ാം മോദി സർക്കാരിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നേരത്തെ നിർത്തിയിട്ടിടത്തു നിന്നും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷ ഉണർന്നതോടെ സെൻസെക്സ് എന്ന 1,00,000 പോയിന്റ് എന്ന അത്യപൂർവ നേട്ടം കൈവരിക്കുമെന്ന ആകാംക്ഷയിലാണ് വിപണിയിലുള്ളവർ. 2028 അവസാനത്തോടെ സെൻസെക്സ് ഈ ലക്ഷ്യം കൈവരിക്കുമെന്ന ആനന്ദ് രഥി പ്രവചിക്കുന്നു. ഓഹരി വിപണിയുടെ ഗുരുവായ രാംദിയോ അഗർവാൾ പറയുന്നത് 2029 വിപണി 1.5 ലക്ഷം പോയിന്റ് എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.